Hi all, today we will discuss about SDLC model, Software Development Lifecycle Model. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ SDLC എന്താണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ എന്താണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഈ ഒരു ലൈഫ് സൈക്കിൾ ബേസിൽ SDLC ലൈഫ് സൈക്കിൾ ബേസിൽ നമുക്ക് കുറേ മോഡൽസ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം നമ്മളുടെ പ്രൊജക്റ്റിന് ഏത് മോഡലാണ് ആപ്റ്റ് ചെയ്യുക അതിനനുസരിച്ചിട്ട്, അതായത് നമ്മളുടെ പ്രൊജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഏത് മോഡൽ വേണം എന്നുള്ളത് തിരഞ്ഞെടുക്കുക. ഓക്കെ, അതായത് ഇപ്പം നമ്മളുടെ പ്രൊജക്റ്റ് സ്മോൾ, അതായത് ഒരു 3 മാസം ഒരു 4 മാസം അതുകൊണ്ട് തീരുന്ന പ്രൊജക്റ്റാണോ, അല്ലെങ്കിൽ ലോങ് ടേം പ്രൊജക്റ്റാണോ, അല്ലെങ്കിൽ എന്താണ് റിക്വയർമെൻറ്റ്സ് ഓൾറെഡി വെൽ ഡിഫൈൻഡ് ആയിട്ട് വെൽ നോൺ ആണോ, അല്ലെങ്കിൽ റിക്വയർമെൻറ്റ്സ് അധികം അറിയില്ല, അങ്ങനെ ഇതിൻ്റെയൊക്കെ ബേസിലാണ് നമ്മൾ ഏത് മോഡൽ വേണം എന്നുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനത്തെ മോഡൽസിനെ നമ്മൾ എന്താണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പ്രോസസ് മോഡൽസ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പ്രോസസ് മോഡൽ എന്നാണ് പറയുന്നത്. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പ്രോസസ് മോഡൽസ് എന്നും പറയും. ഓക്കെ, സോ SDLC models, these are various software development life cycle models defined and designed which are followed during software development process. These models are also referred to as software development process models. Each process model follows a series of steps. ഓക്കെ, അപ്പോൾ നമ്മൾ SDLCയിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിൽ നമ്മൾ സീരീസ് ഓഫ് സ്റ്റെപ്സ് കണ്ടില്ലേ, അതുപോലെ തന്നെ ഈ എല്ലാ പ്രോസസ് മോഡലിനും അതിൻ്റേതായ കുറേ സ്റ്റെപ്സും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പം ഏതൊക്കെയാണ് വേരിയസ് ടൈപ്സ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പം ഏതൊക്കെയാണ്, ഒന്ന് വാട്ടർഫോൾ മോഡൽ. ഞാൻ പറഞ്ഞില്ലേ, വാട്ടർഫോൾ മോഡൽ എടുക്കുക. ഇപ്പം ചെറിയ ഒരു 3 മാസം 4 മാസം അങ്ങനെയൊക്കെ ചെറിയ ആ ഒരു ഇതിൽ തീരുന്ന പ്രൊജക്റ്റുകൾ, അതുപോലെ തന്നെ റിക്വയർമെൻറ്റ്സ് ഒക്കെ നന്നായിട്ട് അറിയാം, വെൽ ഡിഫൈൻഡ് അല്ലെങ്കിൽ വെൽ നോൺ ആയിരിക്കും. ഓക്കെ, അങ്ങനത്തെ ടൈപ്പ് പ്രൊജക്റ്റുകൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ വാട്ടർഫോൾ മോഡൽ എന്നുള്ള ഈ ഒരു മോഡൽ എടുക്കുക. ഓക്കെ, ലോങ് ടേം ആയിരിക്കില്ല, ഷോർട്ട് ടേം പ്രൊജക്ട്സിന് വേണ്ടിയിട്ടാണ് ഈ വാട്ടർഫോൾ മോഡൽ യൂസ് ചെയ്യുക. ഓക്കെ, ദെൻ ഐട്രേറ്റീവ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം പ്രൊജക്ട്സിനൊക്കെ. അപ്പം നമ്മൾ എന്താണ് ഐട്രേറ്റീവ് മോഡൽ, കുറച്ച് റിക്വയർമെൻറ്റ്സ് നന്നായി അറിയുന്ന റിക്വയർമെൻറ്റ്സ് വെച്ചിട്ട് നമ്മളൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യും. ദെൻ അതിൻ്റെ ബേസിൽ അടുത്ത കുറച്ച് റിക്വയർമെൻറ്റ്സ് വെച്ചിട്ട് പിന്നെ ബാക്കി ചെയ്യും. അങ്ങനെ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് പോകും. അതാണ് ഐട്രേറ്റീവ് മോഡൽ എന്ന് പറയുന്നത്. സ്പൈറൽ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലക്സ് പ്രൊജക്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പൈറൽ മോഡൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, റിക്വയർമെൻറ്റ്സ് അധികം അറിയില്ല, ഭയങ്കര കോംപ്ലക്സ് ആയിരിക്കും റിക്വയർമെൻറ്റ്സ് ഒക്കെ, അപ്പോഴാണ് നമ്മൾ സ്പൈറൽ മോഡൽ. വി മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം വാട്ടർഫോൾ മോഡൽ തന്നെയാണ്. അതിൻ്റെ ഒരു സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് വി മോഡലിലും വരുന്നത്. അതിൻ്റെ കൂടെ എന്താണ് വാലിഡേഷൻ, ഓരോ മൊഡ്യൂളിലും വാലിഡേഷൻ ആൻഡ് വെരിഫിക്കേഷനും കൂടെ വരും. ഓക്കെ, അതാണ് വി മോഡൽ എന്ന് പറയുന്നത്. ബിഗ് ബാങ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊജക്റ്റ്, അതായത് അക്കാദമിക് പ്രൊജക്ട്സൊക്കെ, അതായത് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് ഒന്നും നമുക്കങ്ങനെ കൃത്യമായിട്ട് അറിയില്ല, ഒരു അക്കാദമിക് പ്രൊജക്ട്സൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ബിഗ് ബാങ് മോഡൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇപ്പം ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് ഇത് അജൈൽ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, അജൈൽ മോഡലാണ് ഇൻഡസ്ട്രിയിൽ ഇപ്പം ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അജൈൽ മോഡൽ ആവുന്ന സമയത്ത് എന്താണ് കസ്റ്റമറുമായിട്ട് ഓരോ ഫേസിലും കസ്റ്റമറുമായിട്ട് ഇൻട്രാക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെയും കൂടെ ഓരോ ഫേസിലും ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പം ചേഞ്ചസ് ഒക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും ആണ് അജൈൽ മോഡൽ. റാഡ് എന്ന് പറഞ്ഞാൽ റാപ്പിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് മോഡൽ. ഇപ്പോൾ നമ്മളുടെ VB, അതുപോലെ VB, പിന്നെ നമ്മളെ ഡേറ്റാബേസ് അങ്ങനത്തെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ മോഡൽ യൂസ് ചെയ്യുന്നത്, റാപ്പിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് മോഡൽ. പ്രോട്ടോടൈപ്പിംഗ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിക്വയർമെൻറ്റ്സ് തീരെ ഒന്നും അറിയില്ല. അപ്പോൾ എന്താണ് നമ്മൾ ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് ഒരു ഇത് ക്രിയേറ്റ് ചെയ്യും, ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ദെൻ പ്രോട്ടോടൈപ്പ് പല ടൈപ്പ് ഉണ്ട്, ത്രോയബിൾ. അപ്പോൾ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യും, അപ്പോൾ എന്താണ് അത് ശരിയാവില്ല. അങ്ങനെയാവുന്ന സമയത്ത് നമ്മളത്
ത്രോ ചെയ്യും. ഓക്കെ, ദെൻ വേറൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ അതൊക്കെയാണ് പ്രോട്ടോടൈപ്പ് മോഡൽ എന്ന് പറയുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്, അപ്പോൾ നോക്കാം. ഓക്കെ, ദെൻ പ്രോസസ് മോഡൽസ്. ഈ പ്രോസസ് മോഡലിനെ നമ്മൾ പ്രിസ്ക്രിപ്റ്റീവ് മോഡൽ എന്നും പറയാറുണ്ട്. പ്രിസ്ക്രിപ്റ്റീവ് മോഡൽ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നമ്മളെന്താണ്, because they prescribe a set of process elements, framework activities, software engineering actions, tasks, work products, quality assurance and change control mechanism for each project. അതുകൊണ്ടാണ് അതിനെ എന്തെന്നും കൂടെ പറയുന്നത് പ്രിസ്ക്രിപ്റ്റീവ് മോഡൽ എന്നും കൂടെ പറയുന്നത്. ഓക്കെ, പ്രിസ്ക്രിപ്റ്റീവ് നമ്മൾ ഫ്രെയിം വർക്ക് ആക്ടിവിറ്റീസ്, അതുപോലെ എൻജിനീയറിങ് ആക്ഷൻസ്, എന്തൊക്കെ ടാസ്ക്, എന്തൊക്കെ പ്രോഡക്ട്സ്, ദെൻ ക്വാളിറ്റി അഷ്വറൻസ്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ ചേഞ്ച് വരുത്തി അത് മെയിൻറ്റെയിൻ ചെയ്യുക, അതിൻ്റെ കൺട്രോൾ മെക്കാനിസം. ഓക്കെ, എല്ലാ പ്രൊജക്റ്റിൻ്റെയും. അതുകൊണ്ട് അതിന് പ്രിസ്ക്രിപ്റ്റീവ് മോഡൽ എന്നും കൂടെ പറയാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, ഈച്ച് പ്രോസസ് മോഡൽ ഓൾസോ പ്രിസ്ക്രൈബ്സ് എ പ്രോസസ് ഫ്ലോ. അതായത് വർക്ക് ഫ്ലോവും കൂടെ അത് കാണിക്കാറുണ്ട്. വർക്ക് ഫ്ലോ ഇപ്പോൾ നമ്മൾ ഫ്ലോ ചാർട്ട് വരയ്ക്കാറില്ലേ നമ്മളെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. അപ്പോൾ ഫ്ലോ ചാർട്ട് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ആ പ്രോഗ്രാമിൻ്റെ ഫ്ലോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു എന്താണ് ഫ്ലോ ചാർട്ട് വരയ്ക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു പ്രോസസ്സിൻ്റെ ഫ്ലോ എങ്ങനെയാണ്, ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഫ്ലോ എങ്ങനെയാണ്, അതിൻ്റെ വർക്കിംഗ് ഫ്ലോ എങ്ങനെയാണെന്നും കൂടെ ഈ മോഡൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, all software process models can accommodate the generic framework activities, but each applies a different emphasis to these activities and define process flow that involves each framework activities as well as software engineering actions and tasks in different manner. അതായത് ഓരോ മോഡലിനും അതിൻ്റേതായ സ്റ്റെപ്സും കാര്യങ്ങളും ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഫസ്റ്റ് പറയുന്നത് നമ്മളുടെ വാട്ടർഫോൾ മോഡലാണ്. ഇതാണ് നമ്മളുടെ ഏറ്റവും ഫസ്റ്റ് മോഡൽ എന്ന് പറയുന്നത്. ഫസ്റ്റ് മോഡൽ ആണ് വാട്ടർഫോൾ മോഡൽ. അതിന് നമ്മൾ എന്തെന്നും കൂടെ പറയുന്നുണ്ട്, ലീനിയർ സീക്വൻഷ്യൽ ലൈഫ് സൈക്കിൾ മോഡൽ എന്നും കൂടെ പറയാറുണ്ട്. ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളാണ്. ഇറ്റ് ഈസ് വെരി സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് യൂസ്. ഇൻ വാട്ടർഫോൾ മോഡൽ ഈച്ച് ഫേസ് മസ്റ്റ് ബി കംപ്ലീറ്റഡ് ബിഫോർ ദി നെക്സ്റ്റ് ഫേസ് ക്യാൻ ബിഗിൻ ആൻഡ് ദർ ഈസ് നോ ഓവർലാപ്പിംഗ് ഇൻ ഫേസസ്. ഓക്കെ, അപ്പം ഈ വാട്ടർഫോൾ മോഡലിൽ ഒരു ഫേസ് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമാണ് അടുത്ത ഫേസിലേക്ക് കടക്കുള്ളൂ. രണ്ട് ഫേസുകൾ തമ്മിൽ എന്തില്ല, ഓവർലാപ്പിംഗ് വരില്ല. ഫുൾ കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് നെക്സ്റ്റ് ഫേസിലേക്ക് പോവുള്ളൂ. ഇടയ്ക്ക് വെച്ചിട്ട് തിരിച്ച് വരില്ല. അതായത് ഇപ്പം നമുക്ക് റിക്വയർമെൻറ്റ്സ് ഗ്യാതറിങ്, സിസ്റ്റം ഡിസൈൻ, പിന്നെ അങ്ങനെ ഡെവലപ്മെൻറ്റ്, പിന്നെ ടെസ്റ്റിംഗ്. അപ്പോൾ ദെൻ ഈ ടെസ്റ്റിങ്ങിൻ്റെ അവിടെ എത്തിയിട്ട് പിന്നെ തിരിച്ചിട്ട് എന്താണ് വീണ്ടും കുറേ ചേഞ്ചസ് വരുത്തുക എന്നുള്ളതൊക്കെ ഭയങ്കര പ്രോബ്ലമാണ് ഈ വാട്ടർഫോൾ മോഡലിൻ്റെ കേസിൽ. അപ്പോൾ ഫുൾ നന്നായി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം നെക്സ്റ്റ് ഫേസിലേക്ക് പോവാം. ഓക്കെ, അതാണ് ഇവിടെ വാട്ടർഫോൾ മോഡലിൽ പറയുന്നത്. അപ്പോൾ ഈ വാട്ടർഫോൾ മോഡൽ അതിൻ്റെ സ്റ്റെപ്സാണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെയാണ് സ്റ്റെപ്സ്? റിക്വയർമെൻറ്റ്സ് അനാലിസിസ്. ഓക്കെ, നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിൽ കണ്ടിട്ടില്ലായിരുന്നു, അത് തന്നെ. റിക്വയർമെൻറ്റ്സ് അനാലിസിസ്, സിസ്റ്റം ഡിസൈൻ, പിന്നെ ഇംപ്ലിമെൻറ്റേഷൻ, ടെസ്റ്റിംഗ്, ഡിപ്ലോയ്മെൻറ്റ്, ഓക്കെ, ആൻഡ് മെയിൻ്റനൻസ്. ഓക്കെ, അപ്പോൾ എന്താണ് റിക്വയർമെൻറ്റ്സ് ഗ്യാതറിങ് ആൻഡ് അനാലിസിസ്? അതെന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം. എന്താണ്? ഓൾ പോസിബിൾ റിക്വയർമെൻറ്റ്സ് ഓഫ് ദി സിസ്റ്റം ടു ബി ഡെവലപ്ഡ് ആർ ക്യാപ്ചേർഡ് ഇൻ ദിസ് ഫേസ് ഡോക്യുമെൻ്റ് ഇൻ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ഡോക്യുമെൻറ്റ്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞതാണ്, കസ്റ്റമറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. റിക്വയർമെൻറ്റ്സ് എന്താണ് നല്ല നോൺ ആയിരിക്കും, ഡിഫൈൻഡ് ആയിരിക്കും അവരുടെ റിക്വയർമെൻറ്റ്സ് ഒക്കെ. അതൊക്കെ നമ്മൾ ഡോക്യുമെൻ്റ് ആയിരിക്കും, സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ SRS ഡോക്യുമെൻറ്റ് ആക്കിയിട്ട് നമ്മൾ വെക്കും. ഓക്കെ, ദെൻ ഇതിൻ്റെ ബേസിൽ നമ്മൾ എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? സിസ്റ്റം ഡിസൈൻ ചെയ്യും. ദി റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ഫ്രം ഫസ്റ്റ് ഫേസ് ആർ സ്റ്റഡീഡ് ഇൻ ദിസ് ഫേസ് ആൻഡ് ദി സിസ്റ്റം ഡിസൈൻ ഈസ് പ്രിപ്പയർഡ്. അപ്പം അതിൻ്റെ ബേസിൽ നമ്മൾ
നമ്മളുടെ ഒരു സിസ്റ്റം ഏകദേശം എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഫ്ലോ, അങ്ങനെ എല്ലാം വെച്ചിട്ട് ആ ഒരു ഓരോ മൊഡ്യൂളും എന്തായിരിക്കും, ആ മൊഡ്യൂള് ഏതൊക്കെ മൊഡ്യൂൾസ് തമ്മിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലായിരുന്നോ, ഇപ്പോൾ പർച്ചേസ് എന്ന് പറഞ്ഞ മൊഡ്യൂള്, സെയിൽസ് എന്ന് പറഞ്ഞ മൊഡ്യൂള്, ദെൻ സ്റ്റോക്ക്, ഇപ്പോൾ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഒക്കെ ആണെങ്കിൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞ മൊഡ്യൂള്, ദെൻ ഈ പർച്ചേസും സെയിൽസും എങ്ങനെ ആ ഒരു വർക്ക് ഫ്ലോ എങ്ങനെയായിരിക്കും, സെയിൽസും സ്റ്റോക്കും തമ്മിലുള്ള വർക്ക് ഫ്ലോ, ഓക്കെ, അതൊക്കെ എന്ത് ചെയ്യും, ഡിസൈൻ ചെയ്യും. ഓരോതിലും വരുന്ന വേരിയബിൾസ് ഒക്കെ എന്താണ്, ഇപ്പം നിങ്ങൾ ജാവയൊക്കെ പഠിച്ചു തുടങ്ങിയില്ലേ, ഇപ്പോൾ ജാവയൊക്കെ പഠിച്ചു വരുമ്പോൾ നിങ്ങൾ ക്ലാസ്സൊക്കെ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ C++ ആണെങ്കിൽ നിങ്ങൾ ക്ലാസ്സൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ക്ലാസ്സിൽ വരുന്ന എന്തൊക്കെ ക്ലാസ് വേരിയബിൾസ് എന്തൊക്കെയാണ്, ദെൻ അതിൽ എന്തൊക്കെ മെത്തേഡ്സ് വരും, ഓക്കെ, ക്ലാസ് നെയിം എന്താണ്, ഓക്കെ, അപ്പോൾ അത് ദെൻ ഓരോ ക്ലാസ്സും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ എങ്ങനെയാണ്, ആ ഒരു ഫ്ലോ എങ്ങനെയാണ്, എല്ലാം ഈ ഡിസൈനിൽ വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ദെൻ അതൊക്കെ വെച്ചിട്ട് പിന്നെ യൂസർ ഇൻ്റർഫേസ് എങ്ങനെയായിരിക്കും, ഇപ്പോൾ പർച്ചേസിൻ്റെ ആ ഒരു പർച്ചേസിൻ്റെ ഫോം എങ്ങനെ വേണം, ഓക്കെ, പർച്ചേസിൻ്റെ ഫോം, അപ്പോൾ പർച്ചേസിൻ്റെ കോഡ് എൻ്റർ ചെയ്യാൻ ഏത് ആ ഒരു ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ കോഡ് എന്താണ്, ഓക്കെ, ഐറ്റം എന്താണ്, അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ്, എത്ര ക്വാണ്ടിറ്റിയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, അതിൻ്റെ ആ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, ഓക്കെ, അങ്ങനെ എല്ലാ കാര്യങ്ങളുമാണ് ഈ സിസ്റ്റം ഡിസൈനിൽ വരുന്നത്. ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസൈൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇംപ്ലിമെൻ്റ് ചെയ്യും. വിത്ത് ഇൻപുട്ട് ഫ്രം ദി സിസ്റ്റം ഡിസൈൻ, ദി സിസ്റ്റം ഈസ് ഫസ്റ്റ് ഡെവലപ്ഡ് ഇൻ സ്മോൾ പ്രോഗ്രാം കോൾഡ് യൂണിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഓരോരോ മൊഡ്യൂൾസിനും, അതായത് ഈ പ്രോഗ്രാം നമ്മൾ ഓരോ യൂണിറ്റ് എന്നാണ് പറയുക, വിച്ച് ആർ ഇൻറ്റഗ്രേറ്റഡ് ഇൻ നെക്സ്റ്റ് ഫേസ്. അപ്പം ഓരോ യൂണിറ്റും നമ്മളുടെ മൊഡ്യൂൾസ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യും. ഈച്ച് യൂണിറ്റ് ഈസ് ഡെവലപ്ഡ് ആൻഡ് ടെസ്റ്റഡ് ഫോർ ഇറ്റ്സ് ഫങ്ഷനാലിറ്റി. അപ്പോൾ ഓരോന്ന് ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്താണ്, അത് ടെസ്റ്റ് ചെയ്യും, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതൊക്കെ റെഫർ ചെയ്യും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പർച്ചേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം, അപ്പം ഇത് ഒരു യൂണിറ്റാണ്. ഓക്കെ, സെയിൽസ് ഇതെന്ന് പറയുന്നത് ഒരു യൂണിറ്റാണ്. ഓക്കെ, അപ്പോൾ ഈ പർച്ചേസ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ്, അതുപോലെ തന്നെ സ്റ്റോക്ക്, അപ്പോൾ ഇതൊരു യൂണിറ്റാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നമ്മളിങ്ങനെ ടെസ്റ്റ് ചെയ്യും, സെയിൽസിൽ എന്തെങ്കിലും, അങ്ങനെ മനസ്സിലായല്ലോ. ദെൻ അടുത്ത ഇതിൽ എന്താണ്, ഇത് രണ്ടും കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യും, അങ്ങനെ. ദെൻ എന്തെങ്കിലും ഫെയിലിയേഴ്സ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കും. അടുത്തത് എന്താണ്, ഇൻ്റഗ്രേഷൻ ആൻഡ് ടെസ്റ്റിംഗ്. അതാണ് ഞാൻ പറഞ്ഞത്, യൂണിറ്റ് ടെസ്റ്റിംഗ് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നതാണ് ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ടെസ്റ്റിംഗ്, ഓൾ യൂണിറ്റ്സ് ഡെവലപ്ഡ് ഇൻ ദി ഇംപ്ലിമെൻറ്റേഷൻ ഫേസ് ആർ ഇൻ്റഗ്രേറ്റഡ് ഇൻ ടു എ സിസ്റ്റം ആഫ്റ്റർ ടെസ്റ്റിംഗ് ഓഫ് ഈച്ച് യൂണിറ്റ്. പോസ്റ്റ് ഇൻ്റഗ്രേഷൻ ദി എൻറ്റയർ സിസ്റ്റം ഈസ് ടെസ്റ്റഡ് ഫോർ എനി ഫോൾട്ട് ആൻഡ് ഫെയിലിയേഴ്സ്. അപ്പോൾ നമ്മൾ ഓരോ മൊഡ്യൂൾസും നമ്മൾ ടെസ്റ്റ് ചെയ്തു, അപ്പോൾ എല്ലാം ഡെവലപ്പ് ചെയ്തതിന് ശേഷം എല്ലാ മൊഡ്യൂൾസും അല്ലെങ്കിൽ ഓരോ മൊഡ്യൂൾസും നമ്മൾ ഡെവലപ്പ് ചെയ്തു, അത് ഓരോന്നും ടെസ്റ്റ് ചെയ്തു, അതിന് ശേഷം എല്ലാം ഓക്കെ ആയതിനു ശേഷം ഏറ്റവും ലാസ്റ്റ് നമ്മൾ എന്താണ്, ഓരോ മൊഡ്യൂളും ഇൻ്റഗ്രേറ്റ് ചെയ്യും, ടെസ്റ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ എന്നൊക്കെ ഉള്ളത് കണ്ടുപിടിക്കും. ദെൻ ഡിപ്ലോയ്മെൻറ്റ്, അതായത് നമ്മൾ ഇത് കസ്റ്റമറിന് കൊടുക്കുകയാണ്. വൺസ് ഈ ഫങ്ഷൻസ് ആൻഡ് നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ് ഈസ് ഡൺ, ദി പ്രൊഡക്റ്റ് ഈസ് ഡിപ്ലോയ്ഡ് ഇൻ കസ്റ്റമർ എൻവിറോൺമെൻറ്റ് ഓർ റിലീസ്ഡ് ഇൻ ടു ദി മാർക്കറ്റ്. ഓക്കെ, ദെൻ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദെൻ കസ്റ്റമറിന് വർക്ക് ചെയ്യുമ്പോഴായിരിക്കും, കസ്റ്റമർ എൻവിറോൺമെൻറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട്, അതൊക്കെ എങ്ങനെയാണ് അതൊക്കെ ഫിക്സ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങൾ. ദർ ആർ സം ഇഷ്യൂസ് വിച്ച് കം അപ്പ് ഇൻ ദി ക്ലയൻറ്റ് environment. To fix those issues, patches are released. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, അപ്പം നമ്മൾ വീണ്ടും ആ സോഫ്റ്റ്വെയർ മൊത്തമായിട്ട് നമ്മൾ മാറ്റല്ല ചെയ്യുക, അല്ലെങ്കിൽ വീണ്ടും സോഫ്റ്റ്വെയർ മാറ്റിയിട്ട് അവർക്ക് കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുകയല്ല ചെയ്യുക. ഇപ്പം എന്തെങ്കിലും ഇപ്പം ഒരു പർച്ചേസ് എന്ന് പറഞ്ഞ മൊഡ്യൂളിൽ എന്തെങ്കിലും ചേഞ്ചസ്, എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു, അപ്പം നമ്മൾ എന്ത് ചെയ്യും, ആ പർച്ചേസിൽ മാത്രം എന്താണോ ചേഞ്ചസ് വരുത്തി, ഓക്കെ, ദെൻ അതിനെ നമ്മൾ ബാച്ച് ഫയലായിട്ട് സ്റ്റോർ ചെയ്യും. ഓക്കെ, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ കൊണ്ടുപോയിട്ട് ക്ലയൻറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ദെൻ നമ്മൾ ആ ഒരു എന്താണ്
അപ്ഡേറ്റ് ചെയ്യാണ് ചെയ്യുക. അവരുടെ സോഫ്റ്റ്വെയറിൽ നമ്മളിത് ഈ ഒരു സംഭവം അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അതാണ് പാച്ചസ് ആർ റിലീസ്ഡ് എന്ന് പറയുന്നത്. ഓൾസോ എൻഹാൻസ് ദി പ്രൊഡക്റ്റ്, some better versions are released. Maintenance is done to deliver these changes in the customer environment. Okay, ഇപ്പോൾ നമ്മളുടെ മൊബൈലിൽ തന്നെ കണ്ടിട്ടില്ലേ അപ്ഡേറ്റ് വരുന്നത്, അതാണ് പാച്ചസ് റിലീസ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ്. ഓക്കെ, അപ്പം എങ്ങനത്തെ ടൈപ്പ് പ്രൊജക്റ്റിലാണ് ഇത് യൂസ് ചെയ്യുന്നത്? റിക്വയർമെൻറ്റ്സ് ആർ വെൽ ഡോക്യുമെൻറ്റഡ്, ക്ലിയർ ആൻഡ് ഫിക്സഡ്, പ്രൊഡക്റ്റ് ഡെഫിനിഷൻ ഈസ് സ്റ്റേബിൾ, ടെക്നോളജി ഈസ് അണ്ടർസ്റ്റുഡ് ആൻഡ് ഈസ് നോട്ട് ഡൈനാമിക്, സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ദർ ഈസ് നോ ആംബിഗ്യസ് റിക്വയർമെൻറ്റ്സ്. ഓക്കെ, then resources with the requirements expertise are available to support the project in short. ദെൻ അപ്പോഴൊക്കെയാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിമ്പിൾ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് യൂസ്, ഈസി ടു മാനേജ് ഡ്യൂ ടു റിജിഡിറ്റി ഓഫ് ദി മോഡൽ. നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ദെൻ ഫേസസ് ആർ പ്രോസസ്ഡ് ആൻഡ് കംപ്ലീറ്റഡ് വൺ അറ്റ് എ ടൈം, അതായത് ഒന്ന് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് അടുത്തതിലേക്ക് പോവുള്ളൂ. Works well for smaller projects where requirements are very well understood. Clearly defined stages, well understood milestones, easy to arrange task, process and result are well documented. Okay, disadvantages എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലോങ് പ്രൊജക്ട്സിനൊന്നും പറ്റില്ല. ഓക്കെ, അതാണ് നോ വർക്കിംഗ് സോഫ്റ്റ്വെയർ ഈസ് പ്രൊഡ്യൂസ്ഡ് അണ്ടർ ലേറ്റ് ഡ്യൂറിങ് ദി ലൈഫ് സൈക്കിൾ. അതായത് ഇത് ഫുൾ കംപ്ലീറ്റ് ആയതിന് ശേഷം മാത്രമാണ് ഈ ഒരു വർക്കിംഗ് സോഫ്റ്റ്വെയർ നമ്മളുടെ കൈമേലേക്ക് കിട്ടുള്ളൂ. ഓക്കെ, വേറെ ചില ഞാൻ പറഞ്ഞില്ല ഐട്രേറ്റീവ് മോഡൽ എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു ചെറിയൊരു പാർട്ട്, ഒരു വർക്കിംഗ് പ്രൊജക്റ്റ് നമുക്ക് കിട്ടും. ഓക്കെ, നമ്മളത് കസ്റ്റമർ അത് നോക്കും, ദെൻ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ വീണ്ടും മാറ്റാം. ഓക്കെ, ഇതിൻ്റെ ബേസിൽ അങ്ങനെയാണ് ഐട്രേറ്റീവ് മോഡൽ പറയുമ്പോൾ പറയാം, അങ്ങനെയൊക്കെയാണ് പോകുന്നത്. പക്ഷേ ഈ ഒരു കേസിലെന്ന് പറഞ്ഞാൽ ഫുൾ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ്. അജൈൽ മോഡലൊക്കെ അങ്ങനെയാണ്, കസ്റ്റമർ ഇതുണ്ട്, റിവ്യൂ ഉണ്ട്. ഓക്കെ, പിന്നെ ഹൈ എമൗണ്ട് ഓഫ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി, അതായത് ചേഞ്ചസ് വരുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. കാരണം കസ്റ്റമറുമായിട്ട് ഇൻട്രാക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇവിടെ വരുന്നില്ല. അതാണ് ഹൈ എമൗണ്ട് ഓഫ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. നോട്ട് എ ഗുഡ് മോഡൽ ഫോർ കോംപ്ലക്സ് ആൻഡ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രൊജക്ട്, പുവർ മോഡൽ ഫോർ ലോങ് ആൻഡ് ഓൺഗോയിങ് പ്രൊജക്ട്സ്. ഓക്കെ, ദെൻ നോട്ട് സൂയിറ്റബിൾ ഫോർ ദി പ്രൊജക്ട് വെർ റിക്വയർമെൻറ്റ്സ് ആർ അറ്റ് മോഡറേറ്റ്, അതായത് നമുക്ക് അധികം അതിനെ പറ്റിയിട്ട് അറിയില്ല, അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനത്തെ കേസിലൊന്നും ഈ ഒരു മോഡൽ ആപ്റ്റല്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രോഗ്രസ് മെഷർ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. കനോട്ട് അക്കോമഡേറ്റ് ചേഞ്ചിങ് റിക്വയർമെൻറ്റ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? വെരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ മോഡൽ, വി മോഡൽ. അത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഓക്കെ.